Good morning. Good morning. Okay. ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ അല്ലെ? 13 പേരായിട്ടുള്ളൂ. കുറെ ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്? എല്ലാവരും ഓർക്കുന്നുണ്ടോ ക്ലാസ് ഒക്കെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എത്തിയത്? മെഡിക്കൽ ഗ്യാസസിന്റെ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഇന്നൊരു ക്ലാസ് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം. സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ്. ഇനി നമ്മള് റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് സേഫ് ആയിട്ട് അതിന്റെ ഒരു സുരക്ഷിതമായി നമ്മൾ എങ്ങനെയൊക്കെ റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കാന്നുള്ളത് നമുക്കറിയാലോ. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ ഫാനിനുണ്ട് റെഗുലേറ്റർ. അത് എന്ത് ചെയ്യാനാ? ഒരു കൺട്രോൾ മെത്തേഡാണ് ശരിക്കും റെഗുലേറ്റർ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ നോക്കിയേ, ഫസ്റ്റ് അതിന്റെ താഴെ നോക്കി, എ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് that accepts gas at a high pressure and lessens it to a much lower working pressure. അത് പ്രഷറിലാണ് കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്തേ. പ്രഷർ, PRESSURE, പ്രഷർ. ഓക്കെ, കറക്റ്റ് ചെയ്തോ അത്? യെസ്. അപ്പൊ എന്താണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞ എന്താണ്? റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ. അപ്പൊ ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ എന്താക്കി കുറയ്ക്കുകയാണ്? ലെസൻ എന്ന് പറയാ റെഡ്യൂസ് എന്നുള്ള മീനിങ് ആട്ടോ. കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. ഇറ്റ് ടു എ മച്ച് ലോവർ വർക്കിംഗ് പ്രഷർ. അതായത് ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ നമ്മൾ അത് കുറച്ച് അത് ലോവർ, ആ പ്രഷർ കുറയ്ക്കുന്ന ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് ആക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഫാൻ ഉണ്ടല്ലോ റെഗുലേറ്റർ അല്ലെ? നമ്മൾ നല്ല സ്പീഡിലുള്ളത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ റെഗുലേറ്റർ നമ്മളത് തിരിച്ചിടുമ്പോ കുറച്ച് കാറ്റ് വന്നെങ്കിൽ നമുക്ക് 1ലേക്ക് ഇട്ടാൽ മതി അല്ലെ? കുറച്ചും കൂടി വേണേ 2, 3, 4 അങ്ങനെ 5 വരെ. 5 എന്ന് പറഞ്ഞാൽ മാക്സിമം കാറ്റ് കിട്ടുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഒന്ന് എന്ത് ചെയ്യാ? ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് കുറയ്ക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഇവിടെ എ ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലെസൻസ് ഇറ്റ് ടു എ മച്ച് ലോവർ വർക്കിംഗ് പ്രഷർ. അപ്പൊ ഡിവൈസ് ഏതാണ് ചോദിക്കാം. എവിടെ ഏതാ? നമുക്ക് റെഗുലേറ്റർ. ഇനി അടുത്ത് നോക്കിയ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞ? റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. ഗ്യാസ് എന്നാണ് കേട്ടോ, അത് GAS ആണ്. റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. Be sure to use the proper regulator for the gas tank in the cylinder. റെഗുലേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്യാസില് അധിഷ്ഠിതമാണ്. അതായത് നമ്മളിപ്പോ എന്താ പറയാ, സിലിണ്ടർ ആ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇപ്പൊ റെഗുലേറ്റർ നമ്മൾ അധികം ടൈറ്റ് ആവാനോ അല്ലെങ്കിൽ ലൂസ് ആവാനോ ഒക്കെ ഒന്നും പാടില്ല. ആ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ റെഗുലേറ്റർ അതിന് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതാണ് നമ്മൾ ആ റെഗുലേറ്ററിന്റെ ഒരു സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. നമുക്ക് അധികം ലൂസും പാടില്ല, എന്നാൽ അധികം ടൈറ്റും പാടില്ല. അതിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഉള്ള ഇതായിരിക്കണം റെഗുലേറ്റർ. അപ്പൊ അങ്ങനെ ആ സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ,
അടുത്തത് നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ. ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. കണ്ടോ, ആ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ചെക്ക് ദ റെഗുലേറ്റർ. ആ റെഗുലേറ്റർ ചെക്ക് ചെയ്യണം, കറക്റ്റ് അല്ലേ, ഓക്കെ ആണോ, വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്നുള്ളത്, കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. Okay, before attaching the regulator to a cylinder, always check the regulator. അതായത് ആ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. If the connection do not fit together, read the wrong regulator is being used. അപ്പൊ അതായത് നമ്മൾ ആ റെഗുലേറ്റർ അതിനകത്ത് സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഫിറ്റ് അല്ലെങ്കിൽ, ഡു നോട്ട് ഫിറ്റ് ടുഗദർ, ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ റോങ് റെഗുലേറ്റർ ആണ്, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള റെഗുലേറ്റർ അല്ല എന്നുള്ളത് നമുക്കത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് എന്താ പറയാ, അതൊരു റോങ് റെഗുലേറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുപ്പി, അതിനൊരു അടപ്പെടുത്തു, അത് അടച്ചു, അപ്പൊ അത് കറക്റ്റ്, അത് ഫിറ്റ് അല്ലെങ്കിൽ കണക്ഷൻ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് അത് അതിന് നമ്മൾ അത് കറക്റ്റ്, അതിന്റെ ക്യാപ്പ് കറക്റ്റ് ക്യാപ്പ് അല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. ഒന്നില്ലെങ്കിൽ ലൂസാണ്, അല്ലെങ്കിൽ ഭയങ്കര കേറില്ലാത്ത രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് എന്താ, അത് അതിന് കറക്റ്റ് ഫിറ്റ് അല്ല, റോങ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മൾ ആ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. റെഗുലേറ്റർ ചെക്ക് ചെയ്യണം. ഇനിയിപ്പോ ഈ കണക്ഷൻ അതിന് ഫിറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ അത് എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് എന്താ, റോങ് റെഗുലേറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അത് കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് fourth point, before a regulator is removed from a cylinder, ഇനി ഈ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ, before a regulator is removed from a cylinder, close the cylinder. എന്ത് ചെയ്യണം? സിലിണ്ടർ ക്ലോസ് ചെയ്യണം. ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. ആ റെഗുലേറ്ററിലേക്ക് വരുന്ന എല്ലാ പ്രഷറും നമ്മൾ റിലീസ് ചെയ്യണം. അതായത് നമ്മൾ ആ സിലിണ്ടർ ക്ലോസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഗ്യാസ് ആണെങ്കിലും നമ്മൾ അത് മാറ്റുമ്പോൾ ഒരു കുറ്റി ഗ്യാസ് എടുത്ത് അത് നമ്മൾ കാലിയായി കഴിഞ്ഞിട്ട് ഫുള്ള് നിറയ്ക്കാൻ നേരത്തേക്ക് ആ ഗ്യാസിന്റെ കുറ്റി മാറ്റുമ്പോൾ നമ്മൾ ആ റെഗുലേറ്റർ അത് നമ്മൾ മാറ്റി വെക്കും. കണക്ഷൻ എന്താ പറയാ, അത് മാറ്റി ആ സിലിണ്ടർ ആ കുറ്റിയിൽ നിന്ന് അത് മാറ്റിയിട്ടാണ് നമ്മൾ ആ സിലിണ്ടർ മാറ്റി അവിടെ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞേക്കുന്നത് ആ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, ആ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ക്ലോസ് ദ സിലിണ്ടർ. ആ സിലിണ്ടർ അവിടെ ക്ലോസ് ചെയ്യണം. അതായത് ആ റെഗുലേറ്ററിലേക്ക് ഒരു പ്രഷറും വരാൻ പാടില്ല. ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ. അത് പിന്നെ തന്നിട്ടുണ്ട് കേട്ടോ, അത് വേണ്ട, അത്രയും മതി. അത് സെന്റൻസ് വീണ്ടും കയറി വന്നേക്കുന്നതാണ്, അത്രയും നോക്കിയാൽ മതി. ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, ഈ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? സിലിണ്ടർ ക്ലോസ് ചെയ്യണം. അത്രയും പറഞ്ഞേക്കുന്നത്. ക്ലോസ് ദ സിലിണ്ടർ and release all pressure from the regulator. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ കേട്ടോ, അത്രയും മതി. Then next last point എന്താ പറഞ്ഞിരിക്കുന്നത്? റെഗുലേറ്റർ ഷാൽ ബി റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്. കണ്ടോ, റെഗുലേറ്റർ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മളത് ട്രാൻസ്പോർട്ട്, അതായത് ട്രാൻസ്പോർട്ട് സമയത്ത് അത് കൊണ്ടുപോകുമ്പോൾ, സിലിണ്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ റെഗുലേറ്റർ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. റെഗുലേറ്റർ റിമൂവ് ചെയ്തിട്ട് വേണം സിലിണ്ടർ ട്രാൻസ്പോർട്ട്, അതിന് സിലിണ്ടർ കൊണ്ടുപോകാനായിട്ട്. അത് എവിടെയാണോ കറക്റ്റ് വെക്കേണ്ടത് അവിടെ എത്തിയതിനു ശേഷം മാത്രം റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുക. ഇതെല്ലാം എന്താണ്? ആ റെഗുലേറ്റർ നമ്മൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്ന രീതികള്, സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ്, റെഗുലേറ്ററിന്റെ സേഫ് ആയിട്ടുള്ള ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ റെഗുലേറ്റർ നല്ല സേഫ് ആയിട്ടിരിക്കാൻ, സുരക്ഷിതമായി നമ്മൾ ആ റെഗുലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ.
ഓക്കെ, ജസ്റ്റ് എന്താണ് അതിനകത്ത് പറഞ്ഞേക്കണത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സെക്ഷനിൽ നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പോയിന്റ് ചോദിച്ചാലും അതിനകത്തെല്ലാം റെഗുലേറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിലും അവിടെ പ്രശ്നമൊന്നുമില്ല, എല്ലാം റെഗുലേറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ആ നമ്മൾ ഹൈ പ്രഷറിലുള്ള ആ ഗ്യാസിനെ ലോവർ പ്രഷറിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലേറ്റർ. നെക്സ്റ്റ് അതിനകത്ത് 5 പോയിന്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ പോയിന്റില് നമ്മൾ പറഞ്ഞത് എന്താണ് റെഗുലേറ്റർ എന്നുള്ളത് മാത്രം അതിൽ നിന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. സെക്കൻഡ് പോയിന്റിൽ നിന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ എന്താ, നമ്മള് ഗ്യാസ് ടാങ്കിന് ആ സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് തേർഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ റെഗുലേറ്റർ നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി കണക്ഷൻ അത് കറക്റ്റ് അല്ലെങ്കിൽ ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് റോങ് റെഗുലേറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞത് ആ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ആ റെഗുലേറ്ററിലേക്കുള്ള എല്ലാ പ്രഷറും അവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറഞ്ഞിരുന്ന ട്രാൻസ്പോർട്ട് സമയത്ത് ആ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം, അതിൽ നിന്ന് മാറ്റണം. അതിനുശേഷം മാത്രമേ അത് നമ്മൾ സിലിണ്ടർ അങ്ങോട്ടുകൊണ്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. എക്സ്പാൻഡ് PPE. PPE നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കുക. പിന്നെ അതിനകത്ത് ഏതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത്, ഏത് ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്നും ആ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. Be dressed in proper personal equipment when discharging lab. നമ്മളപ്പോ പ്രോപ്പർ ആയിട്ടുള്ള നമ്മള് ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പെർഫോമിംഗ് ആണ്. അതായത് ലാബ് ഓപ്പറേഷൻസ്. അത് ആ സെന്റൻസ് നേരെ മുകളിലേക്ക് കയറ്റി ചെയ്യുക കേട്ടോ. അതിന്റെ അവിടെ ആ ഒരു ഗ്യാപ്പ് വേണ്ട. Be dressed in proper personal equipment when discharging or performing lab operations. ലാബിലുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം. ഓക്കെ, ലാബ് ഓപ്പറേഷൻ, ലാബിന്റെ പ്രവർത്തനങ്ങളൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നിർവഹിക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം. ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് അവിടെ വേണമെങ്കിൽ ഒരു കോമ ഇട്ടോ കേട്ടോ. ലാബ് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് നോക്കിയേ, ടാസ്ക് ദാറ്റ് ഇൻവോൾവ്സ് കംപ്രസ്ഡ് ഗ്യാസ്. കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ആ ടാസ്കുകൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കണം. നമ്മൾ ആ ഗ്യാസുകൾ, മെഡിക്കൽ ഗ്യാസുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും ലാബിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ലോ സ്ലീവ്ഡ് ലാബ് കോട്ട്. അതായത് നമ്മള് ലാബ് കോട്ടില്ലേ, ഫുള്ള് ഇറക്കമുള്ളത്. ലോ സ്ലീവ്ഡ് ലാബ് കോട്ട്, ലോ പാന്റുകള് നല്ല ഇറക്കമുള്ള മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള പാന്റുകള്. കവേർഡ് ടോ ഷൂസ്. ഓക്കെ, ലോങ് പാൻസ് കവേർഡ് ടോ ഷൂസ്. ടോ ഷൂസ് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ, ടോസ് എന്ന് പറഞ്ഞാൽ കാൽവിരലുകൾ വരെ മൂടുന്ന രീതിയിലുള്ള ലോങ് പാന്റുകൾ. അങ്ങനെയുള്ള ഷൂ പോലെ മൊത്തത്തിലുള്ള പാന്റുകള്.
സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ്. സേഫ്റ്റി ഗ്ലാസ്, കണ്ണിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസുകൾ, കണ്ണടകൾ നമുക്ക് ധരിക്കാം. പിന്നെ അതുപോലെ കൈയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗ്ലൗസുകൾ ധരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മള് എന്താണ് ലാബിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ടാസ്കില് നമ്മൾ ഏർപ്പെടുമ്പോഴും ഒക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ലോങ് സ്ലീവ് ലാബ് കോട്ട്, ലോങ് പാൻസ്, covered toe shoes, safety glasses and gloves. Okay. ഇനി അടുത്തത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാഫുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്കുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ. ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആർ ടു. നമുക്ക് ഡ്യൂട്ടി എന്തൊക്കെയാണ്, സ്റ്റാഫിന്റെ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. എല്ലാം ഇത് പോയിന്റ്സ് ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് വായിക്കാം, വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. Okay. Make sure that the staff in their charge receive appropriate training specific to the compressed gases they handle and use. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? Make sure that staff in their charge receive appropriate training. അപ്പൊ അവിടുത്തെ ആ സൂപ്പർവൈസറിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്താ? ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത്, നമുക്ക് അവിടെ ആ ചാർജുള്ള ആ സ്റ്റാഫില്ലേ, അതിന് ആ സ്റ്റാഫ് ആ ഒരു മെഡിക്കൽ ഗ്യാസുമായിട്ടുള്ള പ്രവർത്തനങ്ങളില് ഒക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. To compressed gases they handle and use. നമ്മള് ആ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് അതിനുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്, ഒരു സ്പെസിഫിക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം. അതിന്റെ കൈകാര്യവും ഗ്യാസുകൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ ഉപയോഗം എന്താണ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ് എന്നുള്ളത് നമ്മൾ അവിടുത്തെ സ്റ്റാഫ്, അതിന് ചാർജുള്ള ആ സ്റ്റാഫ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അപ്പൊ അതായത് ആ ഒരു ഇതിനകത്ത് ആ ഒരു ഫീൽഡില് നന്നായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം അവിടുത്തെ സ്റ്റാഫ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. Clear അല്ലേ? ഫസ്റ്റ് പോയിന്റ്, make sure the staff in their charge receive appropriate training specific to the compressed gas and the gases they handle and use. Compressed ഗ്യാസുമായിട്ടുള്ള കൈകാര്യവും അതിന്റെ ഉപയോഗം എന്നിവയൊക്കെ ആയിട്ട് നല്ല ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം അവിടുത്തെ ആ സ്റ്റാഫ്, അവിടെ ചാർജുള്ള സ്റ്റാഫ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നേ? Make sure that compressed gases are used only for their intentional purpose and in accordance with the defined procedures and rules. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ കംപ്രസ്ഡ് ഗ്യാസസ് നമ്മളത് ആവശ്യമില്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഇന്റൻഷണൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനനുസൃതമായിട്ട് accordance with the defined procedures and rules. അതിന്റെ പ്രൊസീജിയറുകള്, റൂളുകള്, നിയമങ്ങള് ഇതൊക്കെ അനുസൃതമായിട്ട് ഒരു ഒരു ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കംപ്രസ്ഡ് ഗ്യാസസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ അത് എല്ലാവരും കറക്റ്റ് ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ആവശ്യമില്ലാത്ത ഇതിനൊന്നും നമുക്ക് ആ ഗ്യാസ് അനാവശ്യമായിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉള്ളി അവിടുത്തെ പ്രൊസീജിയറും റൂൾസിനും ഒക്കെ അനുസൃതമായിട്ട്
ഒരു ബോധപൂർവമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കംപ്രസ്ഡ് ഗ്യാസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് SDS, അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. SDS എന്ന് പറയുന്നത് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ്. സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാട്ടോ അവിടെ. മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ എമർജൻസി റെസ്പോൺസ് പ്ലാൻ ERP, അതും അണ്ടർലൈൻ ചെയ്തിടാം. Emergency response plan or other relevant literature is made quickly available to staff. എന്താ പറഞ്ഞേക്കുന്നത്? SDS സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അതായത് SDS എന്ന് പറഞ്ഞാൽ വിവിധ വസ്തുക്കളുടെയും അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന്റെയൊക്കെ ഉപയോഗത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ ഉപയോഗിക്കുന്നവരുടെ ആ സ്റ്റാഫിന്റെ സുരക്ഷയും ആരോഗ്യവും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള് പട്ടികപ്പെടുത്തുന്ന ഒരു രേഖയാണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ അവരുടെ തൊഴിൽപരമായിട്ടുള്ള സുരക്ഷ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അടക്കുന്ന ഒരു രേഖയാണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് പ്ലാൻ. അപ്പൊ നമുക്ക് എമർജൻസി ആയിട്ടുള്ളത് എന്ത് റെസ്പോണ്ട് ചെയ്യണം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു രേഖയാണ് ERP എന്ന് പറയുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലവന്റ് ലിറ്ററേച്ചർ, പ്രശസ്തമായിട്ടുള്ള സാഹിത്യങ്ങള്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം. അപ്പൊ അതുമായിട്ട് അപ്പൊ ഇതെല്ലാം എന്താണ്, ആ സ്റ്റാഫിന് അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് SDS-ഉം ERP-യും മറ്റുള്ള റിലവന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറുകളും. ഇത് എന്ത് ചെയ്യണം? ഈസ് മെയ്ഡ് ക്വിക്ക്ലി അവൈലബിൾ ടു സ്റ്റാഫ്. ഇത് സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ നോക്കാനും ഒക്കെ എന്താണ് അത് പെട്ടെന്ന് തന്നെ അവർക്ക് അവൈലബിൾ ആക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കത് കിട്ടണം. അപ്പൊ അത് അവരുടെ കൈകളിൽ എത്തുന്നില്ലേ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതും സൂപ്പർവൈസർ ആണ്. ഈ കാര്യങ്ങൾ എപ്പോഴും എന്താണ് അവൈലബിൾ ആയിരിക്കണം. അത് അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കൈകളിലേക്ക് എത്തേണ്ടതുണ്ട്. ആ സ്റ്റാഫിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ്, ആ സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവണം, ലഭ്യമാകണം. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണ്. ഓക്കെ, സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, ERP, റിലവന്റ് ലിറ്ററേച്ചർ ഓർ അതർ റിലവന്റ് ലിറ്ററേച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹിത്യങ്ങൾ, ഇതെല്ലാം സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റില് പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. കണ്ടോ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാഫിനും പിന്നെ മറ്റുള്ള വിസിറ്റേഴ്സിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാനും കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യാൻ നൽകണം. Provide staff and visitors with the necessary personal protective equipment. അവർക്ക് അത്യാവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. എന്താണ്? ജീവനക്കാരുടെ ആ സ്റ്റാഫിന്റെ ഒക്കെ ഉചിതമായിട്ടുള്ള സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കണം, മേൽനോട്ടം നൽകണം. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് എന്നാണ് കേട്ടോ അത്, STAFF, സ്റ്റാഫ്. Provide appropriate supervision of staff. സ്റ്റാഫിന് അനുയോജ്യമായിട്ടുള്ള സൂപ്പർവിഷൻ നടത്തണം. അതായത് എല്ലാ സ്റ്റാഫുകളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു മേൽനോട്ടം വഹിക്കുക. പേര് തന്നെ അറിയാലോ, സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ എന്താ, അവരെ സൂപ്പർവൈസ് ചെയ്യണം, സൂപ്പർവിഷൻ കൊടുക്കണം അവർക്ക്. സ്റ്റാഫിനൊക്കെ വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക. Then next point നോക്കിയേ, ensure staff and visitors adhere to applicable occupational health and safety regulation for the use of compressed gases. അത് അത്രയും മതി കേട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇടാം. Okay, ensure staff and visitors adhere to applicable
occupational health and safety regulation for the uses of compressed gases. അതായത് കംപ്രസ് ചെയ്തിട്ടുള്ള ആ ഗ്യാസുകളുടെ ഉപയോഗം ചെയ്യുമ്പോൾ, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കംപ്രസ്ഡ് ഗ്യാസ് കൈകാര്യം ചെയ്യുമ്പോൾ, അത് ഉപയോഗിക്കുമ്പോൾ അതിന് ബാധകമായിട്ടുള്ള നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ഒക്യുപേഷണൽ ആയിട്ടുള്ളത്, തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചട്ടങ്ങള് അവര് കറക്റ്റായിട്ട് അത് പാലിക്കുന്നില്ലേ, അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ സൂപ്പർവൈസർ ആണ്. അപ്പൊ അത് ഇതിനകത്ത് നമ്മൾ കംപ്രസ് ചെയ്ത വാതകങ്ങളുടെ ഉപയോഗത്തിന് ബാധകമായിട്ടുള്ള കുറച്ച് ചട്ടങ്ങളും കാര്യങ്ങളും ഇല്ലേ, അത് പാലിക്കുന്നുണ്ട്, സ്റ്റാഫും വിസിറ്റേഴ്സും ഒക്കെ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസേഴ്സ് ആണ്. അപ്പൊ അതായത് നമ്മൾ അതിനകത്ത് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അവിടെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ധരിക്കണം എന്നുള്ളത് സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ തൊഴിൽപരമായിട്ടുള്ളതും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റെഗുലേഷൻസ് അവിടെയുണ്ട്, സേഫ്റ്റി റെഗുലേഷൻ, കുറച്ച് നിയന്ത്രണ ചട്ടങ്ങളുണ്ട്. അപ്പൊ അത് ഈ സ്റ്റാഫും വിസിറ്റേഴ്സും പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവര് എന്താ പറയാ, അതിട്ടിട്ട് ഇപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെയാണെങ്കിൽ നമ്മള് എന്താ പറയാ, എല്ലാ സ്റ്റാഫുകളും അല്ലെങ്കിൽ വിസിറ്റേഴ്സും അത് ധരിച്ചിട്ടാണ് അകത്ത് കയറുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണ്. ഓക്കെ, അതായത് കംപ്രസ് ചെയ്ത ആ ഗ്യാസുകളുടെ ഉപയോഗത്തിന്, അത് ഉപയോഗിക്കുമ്പോൾ ബാധകമായിട്ടുള്ള ചില ചട്ടങ്ങള്, ആരോഗ്യ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ചില ചട്ടങ്ങള്, റെഗുലേഷൻസ്, സേഫ്റ്റി റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരൊക്കെ? സ്റ്റാഫും വിസിറ്റേഴ്സും ഒക്കെ അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കി, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ? ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എ റിക്കറൻസ്. അതായത് നമ്മൾ അപ്പൊ അവിടെ എന്തെങ്കിലും ഇപ്പൊ ഈ ഗ്യാസുകളുമായിട്ടൊക്കെ നമ്മൾ കംപ്രസ് ചെയ്ത ഗ്യാസുകളുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ, ആ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുടെ കാരണം എന്താണ്, അതിന്റെ കോസ്, ഡിറ്റർമിൻ ദ കോസ്, അതിന്റെ കാരണം എന്താണ്, അതിനി അത് വീണ്ടും അത് ആവർത്തിക്കാനുള്ള അത് കുറയ്ക്കുന്നതിന് ഉചിതമായിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് മെഷേഴ്സ്, പ്രതിരോധ നടപടികള് എന്ത് ചെയ്യണം? വികസിപ്പിക്കണം. ഓക്കെ, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എ റിക്കറൻസ്. ആ ഒരു സംഭവം വീണ്ടും അത് ആവർത്തിക്കുന്നത് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യണം? വികസിപ്പിക്കണം. ഓക്കെ, അപ്പൊ റിപ്പോർട്ട് ഇപ്പൊ എന്തെങ്കിലും അവിടെ ഒരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, ഇതിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ അതിന്റെ കാരണം എന്താന്ന് കണ്ടെത്തുകയും അത് വീണ്ടും ആവർത്തിക്കരുത് അല്ലെ, അതിന്റെ ഒരു കോസ് എന്താന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആവർത്തിക്കാതെ വീണ്ടും അത് ആ ഒരു സംഭവം അവിടെ നടക്കാതെ നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അത് വീണ്ടും ആവർത്തിക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യണം? അത് ഡെവലപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വികസിപ്പിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സംഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് കണ്ടെത്തുകയും അത് വീണ്ടും ആ ഒരു ഇൻസിഡന്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നത് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രിവെന്റീവ് മെഷേഴ്സ്, പ്രതിരോധ നടപടികൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, കീപ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസസ്. ഓക്കെ, നമ്മൾ ആ കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഹാൻഡ്ലിങ്ങും അതിന്റെ ഉപയോഗം, കൈകാര്യവും അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അത്
എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അത് സൂപ്പർവൈസറിന്റെ ഒരു ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? അപ് ടു ഡേറ്റ് ഇൻവെന്ററി, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവര പട്ടികകൾ, ട്രെയിനിങ് റെക്കോർഡ്സ്, സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് റെക്കോർഡുകൾ, ആൻഡ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്താണ് റെക്കോർഡിക്കലാക്കി വെക്കുന്ന റെക്കോർഡില് അത് നമ്മൾ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഇത് ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് അത് പറയുന്നതെന്നുള്ളത്. ഓക്കെ, അത്രമാത്രം മതി. ആരും ഈ പോയിന്റ്സ് ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടൂലേ? ആ പോയിന്റ്സ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അത്രയും മതി. അതിനകത്ത് നമ്മള് ജസ്റ്റ് ഒന്ന് വായിക്കുക, നിങ്ങളൊന്നൊന്ന് മീനിങ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് സെക്ഷനൊന്നും അധികം നമ്മളെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല അതിനകത്ത്. ഇനി അടുത്ത മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി, അതൊന്നും നോക്കി വെച്ചേക്കാം കേട്ടോ. ഡ്യൂട്ടീസ് ഇതാണെങ്കിലും ചോദിക്കുകയാണെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് രണ്ട് പ്രാവശ്യം മനസ്സിലൊന്ന് റിവൈസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ഓക്കെ, ഒന്നുകൂടി അത് പറയണോ? പെട്ടെന്നൊന്ന് പറഞ്ഞു പോണോ വേഗം? ഓക്കെ അല്ലേ? പോയിന്റ്സുകള് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാലോ. ഓക്കെ, ഇനി അടുത്തത് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. ഇതിനകത്ത് മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്ന് ചോദിക്കാം. ഇത് ഇതുപോലെ തന്നെ ഫുള്ള് പോയിന്റ്സ് ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് ഇതൊക്കെ ഒന്ന് ആശയം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തായാലും ഒരു 4 or 5 ക്വസ്റ്റ്യൻ മാക്സിമം നമുക്കൊരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ആദ്യത്തെ സെക്ഷനുകളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് വരുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡ്യൂട്ടി ഒന്ന് വായിച്ചു വെച്ചു. ഓക്കെ, സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി ആണെങ്കിലും നമ്മളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയാൽ ലാസ്റ്റ് സെക്ഷൻ ആണ്, ഇതുകൂടി ഉള്ളൂ കേട്ടോ. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് കഴിയും. ഇനി അവിടുത്തെ മാനിഫോൾഡ് ഓപ്പറേറ്റർ, മാനിഫോൾഡ് നമ്മൾ പറഞ്ഞില്ലേ, മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞില്ലേ, 2 ബാങ്ക് ഉണ്ട്, ഗ്യാസ് ലൈൻ, ഒന്നിലധികം ഗ്യാസ് ലൈനൊക്കെ മറ്റ് കണക്ട് ചെയ്തേക്കുന്ന സംഭവം 2 വശങ്ങളിലായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്, മാനിഫോൾഡ് സിസ്റ്റം. അപ്പൊ അതിനകത്ത് കുറെ ഗ്യാസുകൾ ഉണ്ടാവും, 2 അറ്റത്ത് കണക്ട് ചെയ്താണ്. അത് പരസ്പരം എന്ത് ചെയ്തേക്കുന്നു? ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചു വെച്ചേക്കുന്നു. അത് ഓരോ വശത്തു നിന്നാണ് നമ്മള് എന്താ ഈ ഗ്യാസുകൾ എടുക്കുന്നത്. ഓരോ വശം തീരുന്നതിനനുസരിച്ച് അപ്പുറം വശം എന്ത് ചെയ്യുന്നു? അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. തീരുന്നതിന്റെ അനുസരിച്ച് ഇപ്പൊ ഒരു വശത്ത് ഫുള്ള് തീർന്നു കഴിയുമ്പോൾ അപ്പുറം സെക്ഷനിലാവും. അപ്പൊ ഇവിടത്തെ ആ കാലിയായിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ളത് അവിടെ ഫില്ല് ചെയ്യും. അതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ മാനിഫോൾഡ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. ഫസ്റ്റ് നോക്കിയേ, first time in the morning, he will make sure that all the cylinders in the manifold rooms are okay. First of all, ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. Okay, he will make sure that all the cylinders in the manifold rooms are okay. മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ആദ്യം എല്ലാ സിലിണ്ടറും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, he will open the number of cylinder to ensure the correct pressure in the pipeline. അപ്പൊ ഈ പൈപ്പ് ലൈനിലെ പ്രഷർ, കറക്റ്റ് പ്രഷർ ഉറപ്പാക്കുന്നതിന് വേണ്ടി എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. പൈപ്പ് ലൈനിലെ കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ അദ്ദേഹത്തിന്? he will open the number of cylinders. ആ സിലിണ്ടേഴ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ പ്രഷർ, പൈപ്പ് ലൈനില് പ്രഷർ കറക്റ്റ് പ്രഷർ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്
വരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ സിലിണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു അവകാശമുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പൈപ്പ് ലൈനിലുള്ള പ്രഷർ കറക്റ്റ് ആക്കുക. അപ്പൊ അത് കറക്റ്റ് ആണോ എന്നൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം? ആ സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യാം. ഇനി തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഹി വിൽ ബി യൂസിങ് സിലിണ്ടേഴ്സ് ഫ്രം വൺ സൈഡ് ഓഫ് ദ മാനിഫോൾഡ് സിലിണ്ടേഴ്സ് ബാങ്ക്, റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. അതാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ സിലിണ്ടർ ഉപയോഗിക്കണം? രണ്ടു വശത്തുനിന്നും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? മാനിഫോൾഡ് സിലിണ്ടർ ബാങ്കിന്റെ ഒരു വശത്ത് നിന്ന് ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തു പോകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു പോകാം. അങ്ങനെ വേണം സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട്. ഹി വിൽ ബി യൂസിങ് ദ സിലിണ്ടർ ഫ്രം വൺ സൈഡ് ഓഫ് ദ മാനിഫോൾഡ് സിലിണ്ടർ ബാങ്ക്. അതിന്റെ ഒരു വശത്ത് നിന്ന് മാത്രം എന്ത് ചെയ്യുക? സിലിണ്ടർ ഉപയോഗിക്കുക. റൈറ്റ് സൈഡ് ഓഫ് ലെഫ്റ്റ് സൈഡ് നമുക്ക് അത് ചോയ്സ് അനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഇഷ്ടം അനുസരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് പോകണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അതായത് ഒരു വശം ഫുള്ള് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്പുറം വശത്ത് നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ രീതിയിൽ സിലിണ്ടർ കൈകാര്യം ചെയ്യണം, ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ സിലിണ്ടർ ഓഫ് ദ അതർ സൈഡ് ഷുഡ് ബി ഡിസ്പാച്ച്ഡ് ആസ് സൂൺ ആസ് ഓൾ ദ സിലിണ്ടേഴ്സ് ഓഫ് ദാറ്റ് ബാങ്ക്സ് ആർ എംപ്റ്റി. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ദ സിലിണ്ടർ ഓഫ് ദ അതർ സൈഡ് ഷുഡ് ബി ഡിസ്പാച്ച്ഡ്. അയക്കുക, ഡിസ്പാച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അയക്കുക എന്നുള്ള മീനിങ് ആണ്. ആ സൂൺ ആസ് ഓൾ ദ സിലിണ്ടർ ഓഫ് ദ ബാങ്ക്സ് ആർ എംപ്റ്റി. എപ്പോഴാണ് അത് ഫില്ല് ചെയ്യേണ്ടത്? ആ ഒരു ബാങ്കിലെ മാനിഫോൾഡ് സിസ്റ്റത്തിലെ ഒരു വശത്തുള്ള സിലിണ്ടർ ഫുള്ള് എംപ്റ്റി ആയതിനു ശേഷം മാത്രം, ഫുള്ള് എംപ്റ്റി ആയതിനു ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് സിലിണ്ടർ നമുക്ക് എന്ത് ചെയ്യാം? അതിനുശേഷം അപ്പൊ ഒരു വശം മൊത്തം അത് എംപ്റ്റി ആയതിനു ശേഷം അടുത്ത വശത്ത് നിന്നുള്ളത് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാന്ന് വെച്ചാൽ അയക്കാം. അല്ലെങ്കിൽ അതിവശം മുഴുവനും തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത സൈഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഒരു വശത്തെ മാനിഫോൾഡ് സിസ്റ്റത്തിലെ ഒരു വശത്തെ സിലിണ്ടറുകൾ മൊത്തം എംപ്റ്റി ആയതിനു ശേഷം നമ്മൾ അടുത്ത വശത്തെ നമുക്ക് അത് അയക്കാൻ പറ്റും. അപ്പൊ അടുത്ത വശത്ത് നിന്ന് എടുത്തു പോകാം. അപ്പത്തേക്ക് നമുക്ക് ഈ വശത്ത് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? He will check all cylinder for leakage using soap water mixer. എല്ലാ സിലിണ്ടറും എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം അദ്ദേഹത്തിന്. He will check all cylinders. എല്ലാ സിലിണ്ടറും ചെക്ക് ചെയ്യാം ഫോർ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ, ലീക്ക് ഉണ്ടോ, സിലിണ്ടറിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? യൂസിങ് സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചിട്ട് എന്താ അത് ചെക്ക് ചെയ്യാൻ പറ്റും. സിലിണ്ടറിന്റെ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാൻ പറ്റും. 5 points ആണ് നമ്മൾ പറഞ്ഞത്. പെട്ടെന്നൊന്ന് വായിച്ചേ. 5 point വേഗം ഒന്ന് വായിച്ച്, എന്നിട്ട് അടുത്ത 5 പറയാം. ഇങ്ങനെ പോയിന്റ്സ് മാത്രം ആയതുകൊണ്ട് ബോറടിക്കണ്ടോ നിങ്ങക്ക്? 5 പോയിന്റ് കൊണ്ടേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് 1-2 പ്രാവശ്യം ഒന്ന് വേഗം വായിച്ച അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ നോക്കിയേ? ഫുള്ള് ഒറ്റയടിക്ക് അങ്ങനെ പറയുമ്പോ നിങ്ങൾക്കും ബോറടിക്കും. വേഗം ആദ്യത്തെ 5 പോയിന്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ അതുപോലെ തന്നെ ആ പൈപ്പ് ലൈനിൽ കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യാം. പിന്നെ അടുത്ത മാനിഫോൾഡ് സിലിണ്ടർ ബാങ്കിന്റെ ഒരു വശത്ത് നിന്ന് മാത്രം സിലിണ്ടർ ഉപയോഗിക്കണം. അത് റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ നമുക്ക് എടുക്കാം. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വശത്തുള്ള സിലിണ്ടർ ഫുള്ള് എംപ്റ്റി ആയതിനു ശേഷം നമ്മൾ അടുത്ത വശത്തെ അതായത് സിലിണ്ടർ നമുക്ക് അയക്കാൻ പറ്റും. ഡിസ്പാച്ച് എന്ന് വെച്ചാൽ അയക്കുക.
ഓക്കെ, അതായത് ഒരു വശത്തുള്ളത് മൊത്തം തീർന്നതിന് ശേഷം മാത്രമാണ് അടുത്ത വശത്തുനിന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഉപയോഗിച്ച് തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഈ വശത്ത് അവിടെ ഫില്ല് ചെയ്ത് വെക്കാം. പിന്നെ ആ സിലിണ്ടറിന്റെ എല്ലാ സിലിണ്ടറിന്റെ ലീക്കേജ് അദ്ദേഹത്തിന് എന്താ സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാം. എല്ലാ സിലിണ്ടറും ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ 5 പോയിന്റ്? ഓക്കെ, ക്ലിയർ അല്ലേ? അശ്വതി ഇട്ടിട്ടുണ്ട്, ഹിന്ദു ഇട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നോക്കാം നമുക്ക്. Next point നോക്കി, he will maintain a stock of needed instruments with him in the manifold room. അദ്ദേഹം നോക്കി അടുത്തൊരു പോയിന്റ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാനിഫോൾഡ് ഓപ്പറേറ്റർ ഡ്യൂട്ടി എന്താ? he will maintain ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിലനിർത്തുക. എന്താണ്? എ സ്റ്റോക്ക് ഓഫ് നീഡഡ് ഇൻസ്ട്രുമെന്റ്, അതായത് മാനിഫോൾഡ് റൂമില് അവിടെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം വിത്ത് ഹിം ഇൻ ദ മാനിഫോൾഡ് റൂം. മാനിഫോൾഡ് റൂമില് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, maintain the stock of needed instrument. മാനിഫോൾഡ് റൂമില് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂം he has to take a round of the hospital to see all the outlet by him and to find out its exact functioning from staff appointed there. എന്താ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂം, മാനിഫോൾഡ് റൂം മറ്റുള്ള റൂമുകളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്യണം? he has to take a round of the hospital to see all the outlet by him. എന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിന് ചുറ്റുമൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? to see all the outlet, എല്ലാ ഔട്ട്ലെറ്റുകളും ഒക്കെ ചെക്ക് ചെയ്യാനും നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് പുറത്ത് എന്ത് ചെയ്യണം? ചുറ്റും ഒക്കെ ഒന്ന് നടക്കണം, റൗണ്ട് ചെയ്യണം. റൗണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ടു സീ ഓൾ ദ ഔട്ട്ലെറ്റ് ബൈ ഹിം ആൻഡ് ടു ഫൈൻഡ് ഔട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ കണ്ടെത്തണം. ആ സ്റ്റാഫില്ലേ അവിടെ ഓരോ സെക്ഷനിലും അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റാഫ്, ആ സ്റ്റാഫിൽ നിന്നൊക്കെ നമ്മൾ അതിന്റെ എക്സാക്ട് ഫങ്ഷനിങ് എന്താണെന്ന് ഉള്ളതൊക്കെ കണ്ടെത്തണം. ഓക്കെ, അവിടെ നിയമിച്ചിരിക്കുന്ന സ്റ്റാഫുകളിൽ നിന്നും ഒക്കെ അതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തണം. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് എക്സാക്ട് ഫങ്ഷനിങ്, അതിന്റെ ഫങ്ഷനിങ് കണ്ടെത്തണം. ഫ്രം സ്റ്റാഫ് അപ്പോയിന്റഡ് ദെയർ, എവിടെ നിന്നാ? അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫിൽ നിന്നും അതിന്റെ എക്സാക്ട് ഓരോ ഔട്ട്ലെറ്റുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ എക്സാക്ട് ഫങ്ഷനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഓക്കെ ആണോ എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ഈ മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, he will repair or arrange to repair any deficiency in the outlet or in the pipeline that include main manifold room. അദ്ദേഹം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? he will repair or arrange to repair. അദ്ദേഹത്തിന് നന്നാക്കാൻ പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നന്നാക്കാം, റിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് നടത്താം. എന്തിനാ? എനി ഡെഫിഷ്യൻസി ഇൻ ദ ഔട്ട്ലെറ്റ്, ഔട്ട്ലെറ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ കാണുകയാണെങ്കിൽ, ഓർ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണുകയാണെങ്കിൽ, ഏതാണ് മാനിഫോൾഡ് റൂം ഉൾപ്പെടുന്ന ആ ഔട്ട്ലെറ്റുകളിലോ പൈപ്പിലോ എന്തെങ്കിലും ഫോൾട്ടുകൾ കാണുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഓക്കെ, റിപ്പയർ ചെയ്യാനായിട്ട് ആളെ അറേഞ്ച് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ചെയ്യാം. ക്ലിയർ അല്ലേ പോയിന്റ്? he will repair or arrange to repair any deficiency in the outlet or in the pipeline that includes manifold room. manifold room ഉൾപ്പെടെയുള്ള പൈപ്പ് ലൈനിലോ ഔട്ട്ലെറ്റുകളിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. അടുത്ത നോക്കിയേ,
he will place order for refilling of the cylinders in consultation with the authorized officer. അതിന് അധികാരപ്പെട്ട ഓഫീസർ ഇല്ലേ, അദ്ദേഹത്തിന്റെ അനുമതിയോട് കൂടി തന്നെ ആ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനുള്ള ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കാം. കാര്യമായിട്ടുള്ള എംറ്റി ആയിട്ടുള്ള സിലിണ്ടർ ഇല്ലേ, അത് നിറയ്ക്കണ്ടേ, റീഫില്ല് ചെയ്യണ്ടേ, അത് നിറയ്ക്കുന്നതിനുള്ള ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കാം. ആർക്കടെ അതിന് അധികാരപ്പെട്ട ആ ഓഫീസറിന്റെ കൺസൾട്ടേഷനോടുകൂടി, അനുമതിയോടുകൂടി തന്നെ. ഓക്കെ, അദ്ദേഹം കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൂടി ആലോചിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ട് എന്തായാലും ആ ഒരു ഓതറൈസ്ഡ് ഓഫീസറിന്റെ ഒരു അനുമതിയോട് കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൻസിൽ ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അദ്ദേഹമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതിനുള്ള ഓർഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. He will also look after of the nitrous cylinder in the operation theatre. He will look after of the nitrous cylinder in the operation theatre. Operation theatre nitrous cylinderകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. If there is no central supply of this gas, അവിടെ ആ നൈട്രസ് ഓക്സൈഡ് ഗ്യാസിന്റെ സപ്ലൈ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? He will also make sure that the supply of oxygen in other area without a central pipeline. എന്ന് പറഞ്ഞത് ഓക്സിജൻ ഇല്ലാത്ത മറ്റു പ്രദേശങ്ങളില് ഓക്സിജൻ വിതരണം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ ഭാഗത്തും നമുക്ക് അല്ലെങ്കിൽ ആ നൈട്രസ് സിലിണ്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം നോക്കണം. അവിടെ ആ ഗ്യാസിന്റെ സപ്ലൈ അവിടെ ഇല്ലെങ്കിൽ അതായത് he will also make sure that the supply of oxygen in other area without central pipeline. ആ പൈപ്പ് ലൈൻ ഇല്ലാത്ത ആ ഒരു ഏരിയയില്ലേ, എല്ലാ ഭാഗത്തും പൈപ്പ് ലൈനിലൂടെയാണ് ഈ ഗ്യാസ് വിതരണം ചെയ്യുന്നത്, ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ വിത്തൗട്ട് സെൻട്രൽ പൈപ്പ് ലൈൻ, സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത ഏരിയകളിലും ഓക്സിജന്റെ സപ്ലൈ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിലാണ് എപ്പോഴും അവിടെ ഓക്സിജൻ ഒക്കെ അവൈലബിൾ ആയിരിക്കണം. അപ്പം സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത ഏരിയയിലും ആ ഓക്സിജന്റെ സപ്ലൈ ഉറപ്പുവരുത്തണം. ഓക്കെ, നൈട്രസ് സിലിണ്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ആ ഗ്യാസിന്റെ ഏതെങ്കിലും ഗ്യാസിന്റെ സപ്ലൈ അവിടെ ഇല്ല, അതായത് നമുക്ക് ആ സെൻട്രൽ പൈപ്പ് ലൈനിൽ ആ ഗ്യാസ് അവൈലബിൾ അല്ലെങ്കിൽ, ഇവിടെ ഓക്സിജന്റെ കാര്യം പറഞ്ഞേക്കുന്നത്, സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത ആ ഒരു ഏരിയയിലും ഓക്സിജന്റെ സപ്ലൈ, അവിടെ ഓക്സിജൻ സപ്ലൈ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹം മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ മറ്റൊരു ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. He will also help to OT, operation theatre technician, in the maintenance of the Boyle's machine. Boyle's machine maintenance ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യന് ഹെൽപ്പ് ചെയ്യണം. He will also help OT technician, ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ടെക്നീഷ്യനെ, OT ടെക്നീഷ്യനെ എന്താണ് ബോയ്സ് മിഷൻ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട്, അതിന്റെ മെയിൻ്റെനൻസിന് അദ്ദേഹം ഹെൽപ്പ് ചെയ്യണം. ഈ ബോയ്സ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പർ ഇല്ലേ, അനസ്തെറ്റിക് പേപ്പർ, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷനിലുള്ള മെഡിക്കൽ ഗ്യാസ് ആക്യുറേറ്റ് ആണ്, കൃത്യമായിട്ട് അതിന്റെ സപ്ലൈ നൽകുകയും വളരെ സേഫ് ആയിട്ടും കറക്റ്റ് ആയിട്ടുള്ള പ്രഷറിലും അതിന്റെ ഫ്ലോയിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ പേഷ്യന്റിന് എത്തിച്ചു കൊടുക്കുകയും അത് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മെഷീനാണ് ബോയ്സ് മെഷീൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള കറക്റ്റ് ഫ്ലോയിലൊക്കെ പേഷ്യന്റിന് ആ ഗ്യാസ് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ് ബോയ്സ് മെഷീൻ. അപ്പൊ ആ ബോയ്സ് മെഷീന്റെ മെയിൻ്റെനൻസിന് ഈ OT ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, he will also help OT technician in the maintenance of Boyle's machine. Then second last point നോക്കിയേ. Altering the valve cylinders is also his duty. ആ സിലിണ്ടറിൽ മാറ്റുക എന്നുള്ളത്, ഓൾട്ടറിങ് വാർഡില് ആ സിലിണ്ടർ മാറ്റുക എന്നുള്ളതും ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ മറ്റൊരു ഡ്യൂട്ടിയിൽ വരുന്നതാണ്.
altering the parts cylinders is also his duty. ആ പാർട്ടിലെ സിലിണ്ടർ മാറ്റുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, all the major problems are to be brought to the administrators too. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം, എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ മാനിഫോൾഡ് റൂമിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ, ആ ഹോസ്പിറ്റൽ ഭരണത്തിനെ, അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർമാരെ ഉടനെ തന്നെ അറിയിക്കണം. ഓക്കെ, എന്ത് പ്രശ്നങ്ങളാണ്, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അറിയിക്കണം. ഇത്രയാണ് ആ ഡ്യൂട്ടീസ് വരുന്നത്. ഇതും നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ഫുൾ ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെക്ഷനൊക്കെ നിങ്ങളൊന്ന് വായിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് ഫസ്റ്റ് ടൈം മാനിഫോൾഡ് ഓപ്പറേറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ആ പ്രഷർ, ആ പൈപ്പ് ലൈനിലെ പ്രഷർ, കറക്റ്റ് പ്രഷർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു അധികാരം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു അധികാരം മാനിഫോൾഡ് ഓപ്പറേറ്ററിനുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു, സിലിണ്ടർ എപ്പോഴും എവിടെയാ, വൺ സൈഡ്. മാനിഫോൾഡ് സിലിണ്ടറിന്റെ ഒരു സൈഡിൽ നിന്നാണ് സിലിണ്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നോ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു സൈഡിലുള്ളത് ആ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ ഒരു സൈഡിലുള്ള സിലിണ്ടേഴ്സ് ഫുൾ എംപ്റ്റി ആയതിനു ശേഷം മാത്രമാണ് അടുത്ത സൈഡിൽ നിന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്തത് എല്ലാ സിലിണ്ടറിലും എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് സോപ്പും വാട്ടർ മിക്സർ ഒക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ചെക്ക് ചെയ്യണം. പിന്നെ അടുത്ത മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അദ്ദേഹം എന്താണ്, ആ മെനി റൂം, മാനിഫോൾഡ് റൂമും മറ്റുള്ള റൂമുകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിനെ ഒന്ന് റൗണ്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഓരോ സെക്ഷനിലൊക്കെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്റ്റാഫിൽ നിന്നും ഒക്കെ തന്നെ അതിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കുകയും എന്നിട്ട് നമ്മൾ അത് കറക്റ്റ് ഫങ്ഷൻ എന്താണെന്ന് കണ്ടെത്തിക്കുകയും അത് കറക്റ്റ് അല്ലേ എന്നുള്ളതല്ല അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തും അവരുമായിട്ടൊക്കെ പറഞ്ഞ് അത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെ അടുത്ത ഔട്ട്ലെറ്റ്സുകളിലോ പൈപ്പ് ലൈനിലോ മാനിഫോൾഡ് ഉൾപ്പെടെയുള്ള ഔട്ട്ലെറ്റുകളിലോ പൈപ്പ് ലൈനിലോ ഒക്കെ എന്തെങ്കിലും ഡെഫിഷ്യൻസി, ഇപ്പൊ ലീക്കോ അല്ലെങ്കിൽ വല്ല ചളക്കോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് നടത്താം. പിന്നെ അടുത്തത് അദ്ദേഹം ഈ ഓതറൈസ്ഡ് ഓഫീസർ, അതിന് അധികാരപ്പെട്ട ഒരു ഓഫീസറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് തന്നെ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനുള്ള അതിനുള്ള ഓർഡർ കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. അദ്ദേഹത്തിന് ഓർഡർ കൊടുക്കാം, റീഫില്ല് ചെയ്യാനും ഓർഡർ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് സിലിണ്ടേഴ്സ് ഒക്കെ അത് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അവിടെ സെൻട്രൽ സപ്ലൈ ഇല്ല, അതായത് നമുക്ക് സെൻട്രൽ പൈപ്പ് ലൈനിൽ വഴി അവിടെ സപ്ലൈ ഇല്ലാത്ത, ഓക്സിജന്റെ സപ്ലൈ ഇല്ലാത്ത ആ ഒരു ഏരിയകളിൽ ഓക്സിജന്റെ സപ്ലൈ അദ്ദേഹം ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെ OT ടെക്നീഷ്യനെ വോൾസ് മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ വാർഡ് സിലിണ്ടറുകൾ മാറ്റുക, വാർഡില് സിലിണ്ടറുകൾ മാറ്റുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ ആ മാനിഫോൾഡ് റൂമിലോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അഡ്മിനിസ്ട്രേറ്റർമാരെ അറിയിക്കണം. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പൊ എനിക്ക് ഒരു ചാപ്റ്റർ ആണ് എടുക്കാൻ തന്നേക്കുന്നത്, വിദ്യാഭ്യാസം ആയിരുന്നു. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 ക്ലാസ്സുകളിലാണ് എടുത്തത്. ആദ്യത്തെ സെക്ഷനുകളിലൊക്കെ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഇത് ജസ്റ്റ് ആ ഡ്യൂട്ടീസ് ഒക്കെ 1 or 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ.
അപ്പൊ അതിനകത്ത് നമ്മള് ഫസ്റ്റ് നമ്മൾ എടുത്തത് അതെന്തായാലും നോക്കണം. 7 ടൈപ്പ് ഗ്യാസുകളും അത് നമ്മൾ ഓരോന്നിന്റെയും അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ. 7 തരത്തിലുള്ള ഗ്യാസുകൾ അത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ ഇതിന്റെ സിസ്റ്റം കമ്പോണൻസ് അത് ഏതൊക്കെയാണെന്നുള്ളത്, പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വാൽവ്, കൺട്രോൾ മെത്തേഡ് അതൊക്കെ നോക്കാം. പിന്നെ സോഴ്സ് എന്താണെന്ന് നോക്കാം, മാനിഫോൾഡ് സിസ്റ്റം നോക്കാം, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവുകൾ 2 തരത്തിലുള്ള വാൽവുകൾ നോക്കണം. പിന്നെ അതിനകത്ത് അലാറം സിസ്റ്റം നമ്മൾ പറഞ്ഞു അത് നോക്കണം, ഔട്ട്ലെറ്റ് ഇൻലെറ്റ് എന്താണെന്ന് നോക്കണം. പിന്നെ പേഷ്യന്റിന്റെ സ്റ്റാഫിന്റെ അഡ്വാൻറ്റേജ്, ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ അഡ്വാൻറ്റേജ്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഈ മെഡിക്കൽ ഗ്യാസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. പേഷ്യന്റിന്റെ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് നമ്മൾ പേഷ്യന്റിന്റെ പറഞ്ഞു, പിന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ പറഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പറഞ്ഞു. അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. മെഡിക്കൽ ഗ്യാസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അത് നിങ്ങൾ നോക്കണം. പിന്നെ അതിനകത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡും. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ കണ്ടന്റ് ഐഡന്റിഫിക്കേഷൻ, ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക്, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഇതെല്ലാം പോയിന്റ്സ് ആണ് വരുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് റെഗുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ PPE പറഞ്ഞു, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, PPE ഇൻക്ലൂഡ് ചെയ്ത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി ഉണ്ട്, മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇത്രയും കാര്യങ്ങൾ, ബാക്കിയുള്ള ബോക്സുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ വേറെ എന്താ, വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുവിധം ഒക്കെ ഓക്കെ ആണല്ലോ അല്ലെ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ വെള്ളിയാഴ്ച ഒരു ക്ലാസ് കൂടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യന്റെ ആവശ്യമില്ല. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, മോക്ക് ടെസ്റ്റിൽ ഓരോ ഇതിന്റെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ തന്നെ ഇപ്പൊ 4 ക്ലാസ് എന്ന് പറഞ്ഞാൽ 5 × 4 20 ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. അത്രയൊക്കെ നോക്കാം. പിന്നെ ചാപ്റ്റർ നോക്കാം. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ക്ലാസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും? ഇനി ചിലപ്പോഴാണ് കാണുള്ളൂ കേട്ടോ. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് വെള്ളിയാഴ്ച ഇനി പാർട്ടിയിലെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അവരായിരിക്കും ചിലപ്പോൾ കയറുക. എന്തായാലും എന്നെ ഏൽപ്പിച്ച ഒരു ചാപ്റ്റർ ആയിരുന്നു, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോ നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഇല്ലെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് നോക്കുക സമയം കിട്ടുമ്പോൾ. അപ്പൊ നിങ്ങളുടെ എക്സാമിന് മുന്നേ എന്തായാലും അവധി തരുമല്ലോ. അപ്പോ അത് തരുമ്പോൾ 2-3 ദിവസമൊക്കെ ഉണ്ടാവുമായിരിക്കും എന്തായാലും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കണ പോലെ തന്നെ ആ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാം കേട്ടോ. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, എക്സ്ട്രാ ഇല്ലെങ്കിൽ നമ്മളിപ്പോ രാവിലെ നമ്മൾ കയറുന്നുണ്ടല്ലോ, 10:30 കയറി കഴിഞ്ഞാൽ 12:30 വരെ നിങ്ങൾ ക്ലാസ്സിലാണ്. അപ്പൊ ആ സമയം നിങ്ങൾ ക്ലാസ് ആണെന്ന് വിചാരിച്ച് ആ ടൈമിൽ ഇത് പഠിക്കാം. ഉച്ച കഴിഞ്ഞ് നമുക്ക് അങ്ങനെ 2 മണിക്കൂറും കിട്ടും. ഒരു ദിവസം 4 മണിക്കൂർ ധാരാളമാണ് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും പഠിക്കണം കേട്ടോ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ, വേറെ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിന്റെ. പിന്നെ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് തന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Thank you.